ഹലോ everyone. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിയത് റെക്കറൻസ് റിലേഷൻസ് ആയിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ എന്നോട് തന്നെ ചെയ്തു തറവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്ന് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടാം. ഇനി നമുക്ക് ഈ റിക്കറൻസ് റിലേഷൻസിൻ്റെ നമ്മൾ 3 മെത്തേഡ്സ് ആയിരുന്നല്ലേ അന്ന് പറഞ്ഞ്. പിന്നെ ഈ മെത്തേഡ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ റിക്കറൻസ് മെത്തേഡിൻ്റെ ഒരു ഇൻഡ്യൂറ്റീവ് ഐഡിയ കൂടെ കിട്ടും. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് ഇന്നൊരു കോംപ്ലക്സിറ്റി കിട്ടുന്നത്, അതെങ്ങനെയാണ്, അതിൻ്റെ ആ ബാക്കിലുള്ള എന്താണ് നടക്കുന്നത്. സോ അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ 3ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അന്ന് നോക്കിയത് ഏതൊക്കെ മെത്തേഡായിരുന്നു? ഇതാണ് നമ്മുടെ ഒരു റിക്കറൻസ് റിലേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ റിക്കറൻസ് റിലേഷൻസിൽ നമ്മൾ 3 മെത്തേഡ്സ് ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏതായിരുന്നു? നമ്മുടെ മാസ്റ്റർ മെത്തേഡ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഏതാണ്? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ആൻഡ് തേർഡ് ഈസ് റിക്കർസീവ് ട്രീ മെത്തേഡ്. സോ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് റിക്കർസീവ് ട്രീ മെത്തേഡാണ്. അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, സോ റിക്കർസീവ് ട്രീ മെത്തേഡിൽ നമുക്കത് മെയിനായിട്ടും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ എന്താണ് റിക്കർഷൻ ട്രീ? സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെയാണ് ഇവിടെ. ലൈക്ക് മാസ്റ്റേഴ്സ് തിയറം, റിക്കർഷൻ ട്രീ ഈസ് അനദർ മെത്തഡ് ഫോർ സോൾവിംഗ് ദ റിക്കറൻസ് റിലേഷൻസ്. റിക്കർഷൻ ട്രീ ഈസ് എ ട്രീ വെയർ ഈച്ച് നോട്ട് റിപ്രസെൻറ്റ്സ് ദ കോസ് ഓഫ് എ സർട്ടൻ റിക്കർസീവ് സബ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് റിക്കർഷൻ ട്രീ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ട്രീ തന്നെയാണ്. അതിൽ ഈച്ച് നോഡ് എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് ഇത് കോസ്റ്റ് ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് എ സർട്ടൻ റിക്കർസീവ് സബ് പ്രോബ്ലം. അതായത് നമ്മളിപ്പം ഓരോന്നിനും ഓരോരോ കോസ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ ഓരോരോ സർട്ടൻ റിക്കർസീവ് സബ് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വി സം ഓഫ് ദ വാല്യൂ ഇൻ ഈച്ച് നോട്ട് ടു ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് ദ എൻ്റയർ അൽഗോരിതം. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്നത് ഓരോരോ നമ്മൾ ഒരു ട്രീ ആയിട്ട് വരയ്ക്കും, ഒരു സബ് റിലേഷൻ കിട്ടുമ്പോൾ, എന്നിട്ട് അതിൻ്റെ എല്ലാ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? നമ്മുടെ നൊട്ടേഷൻ കിട്ടുന്നു. ഓക്കെ, വേഴ്സ്റ്റ് കേസ് ആയിട്ടുള്ള ബിഗ് ഓ നൊട്ടേഷൻസ് കിട്ടുന്നത്. സോ അതിൻ്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം ജസ്റ്റ് ഒരു ജനറൽ ലേ ഔട്ട് പോലെ നിങ്ങളെ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആൻഡ് ഇതിലെ സ്റ്റെപ്പ് 1 എന്താണ് പറയുന്നത്? ഡ്രോ എ റിക്കർഷൻ ട്രീ ബേസ്ഡ് ഓൺ ദ ഗീവൻ റിക്കറൻസ് റിലേഷൻ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ആൻഡ് സ്റ്റെപ്പ് 2 എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. ഓക്കെ, അതായത് ഞാനിപ്പം ഒരു ട്രീ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് ചെയ്യണം. അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ എന്ന് പറയുന്നത് ഇങ്ങനെ സമ്മ് ചെയ്തിട്ട് ഓരോന്നിനും ഓരോരോ വാല്യൂസ് കിട്ടില്ല, അതാണ് കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് ഇൻ ദ റിക്കർഷൻ ട്രീ. അതെന്ന് പറയുന്നത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2 അങ്ങനെ ലെവൽസ് അല്ലേ, അത് തന്നെയാണ് നമ്മൾ ലെവൽസ് എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവൽ. ഓക്കെ, ആൻഡ് ഈ ഏറ്റവും ലാസ്റ്റിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് ടോട്ടൽ നമ്പർ എത്ര ലെവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, പിന്നെ ഏറ്റവും ലാസ്റ്റിലുള്ള നോട്ട്സിൽ ലാസ്റ്റുള്ള ഇതിൽ എത്ര ലീഫ് നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവൽ ആൻഡ് കോസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ലെവൽ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മിൻ്റെ ഇതും കൂടെയാണ് നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ആൻഡ് സ്റ്റെപ്പ് 3 എന്താണ്? ആഡ് കോസ്റ്റ് ഓഫ് ഓൾ ദ ലെവൽസ് ഓഫ് ദ റിക്കർഷൻ ട്രീ ആൻഡ് സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ സോ ഒബ്റ്റൈൻഡ് ഇൻ ടേംസ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊരു അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിൽ നമുക്ക് കിട്ടും. അതാണ് അത് നമുക്കൊരു എക്സ്പ്രഷൻ പോലെ കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ n² + n³ cn³. ഇതിൻ്റെ ബിഗ് ഓ നൊട്ടേഷൻ എന്തായിരിക്കും? വേഴ്സ്റ്റ് കേസ് അല്ലേ പറയുന്നത്. അപ്പം ഇതിലെ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കല്ലേ എടുക്കുന്നത്. അപ്പോൾ ഓഫ് n³ അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ എല്ലാ ക്വസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു അസിംപ്റ്റോട്ടിക് നൊട്ടേഷനായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു പ്രോബ്ലം വന്നാൽ, അതായത് ഇപ്പം ഇങ്ങനത്തെ ഒരു സിമ്പിൾ വരുമ്പം ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ തരുമ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റിക്കർഷൻ ട്രീ വരയ്ക്കുന്നു. ആൻഡ് അതിനെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് എത്ര ലെവൽ ഉണ്ടെന്ന് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഏറ്റവും ലാസ്റ്റുള്ള ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവൽ നമ്മൾ നോക്കണം.
സോ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് എല്ലാ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. എന്നിട്ട് ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ബേസിക്സ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം റിക്കർഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് സംഭവം എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വിച്ച് ഈസ് സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് റിക്കർഷൻ ട്രീ മെത്തേഡ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു റിക്കർഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതായത് ഇപ്പം ടി ഓഫ് എൻ ഈക്വൽ ടു 2ta(n/2 + n). ഓക്കെ, എനിക്ക് ഇതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്തോടെ, അതായത് ഒരു ടി ഓഫ് എൻ ആയത് അതിനെ രണ്ടെണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ആക്കി അല്ലേ. അപ്പം ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കോടെ ടി ഓഫ് n/2 + t(n/2 + n) എന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടി ടേംസിൻ്റെ മാത്രമേ എഴുതുന്നുള്ളൂ, ഇപ്പം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും അല്ലേ. അതേപോലെ തന്നെ എനിക്ക് ടി ഓഫ് n/2യുടെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും വരുന്നത്, ഇതിൽ എന്നിന് പകരം ഞാൻ n/2 ആഡ് ചെയ്താൽ എങ്ങനെ വരും, 2 × t(n/4 + n). ഇതിനെ എനിക്ക് രണ്ടെണ്ണമായിട്ട് എഴുതിക്കോടെ, അതായത് ടി ഓഫ് n/4 + t(n/4 + n). ഇങ്ങനെ എനിക്ക് എഴുതിക്കോടെ. യെസ്, എനിക്ക് എഴുതാം അല്ലേ. അപ്പം നോക്കാം, ഫസ്റ്റ് അപ്പം ഞാൻ ടി ഓഫ് എൻ എന്ന് വരയ്ക്കുന്നു. അപ്പോൾ ഈ ടി ഓഫ് എന്നിനെ എനിക്ക് രണ്ട് ടേം ആയിട്ടാണ് അല്ലേ സ്പ്ലിറ്റ് ആക്കിയത്, ടി ഓഫ് n/2 ടി ഓഫ് n/2. അപ്പോൾ അതിനെ എനിക്ക് ചൈൽഡ് നോട്ട്സ് ആയിട്ട് കാണിച്ചോടെ, ടി ഓഫ് n/2 ടി ഓഫ് n/2. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി ടി ഓഫ് n/2യുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിക്കേ. ടി ഓഫ് n/2 എന്ന് പറയുന്നത് 2 × t(n/4 + n). അതേപോലെ തന്നെ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ടി ഓഫ് n/4 + t(n/4). അപ്പം ടി ഓഫ് എന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിക്കോടെ. അപ്പോൾ അതെങ്ങനെ വരും, ടി ഓഫ് n/4 ആൻഡ് ടി ഓഫ് n/4 ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇവിടെയും സെയിം ഡിവിഷൻ ആയിരിക്കില്ലേ, ടി ഓഫ് n/4 ആൻഡ് ടി ഓഫ് n/4. അങ്ങനെ ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏറ്റവും ലാസ്റ്റ് എന്തായിരിക്കും വരുന്നത്, നമ്മൾ ഇവിടെയാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് കേസ് ഏതായിരിക്കും, നമ്മുടെ കോൺസ്റ്റന്റ് ടേം ആയിരിക്കും അല്ലേ. കോൺസ്റ്റന്റ് ടേം ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇതിൽ ഏറ്റവും ലാസ്റ്റ് ടി ഓഫ് 1 ആയിരിക്കും. ഓക്കെ, ഇതിൽ ഏറ്റവും ലാസ്റ്റ് ലെവലിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ടി ഓഫ് 1 ആണ്. ഓക്കെ, ടി ഓഫ് 1 ഇങ്ങനെയായിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് റിക്കർഷൻ ട്രീ എന്ന് പറയുന്ന റിക്കർഷൻ റിലേഷൻ നമുക്ക് വരയ്ക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അതായത് ഏറ്റവും ലാസ്റ്റ് കോൺസ്റ്റന്റ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു n എന്ന് പറയുന്ന ഒരു സർട്ടൺ വാല്യൂ ആയിരിക്കില്ല, അതിന് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ ആണ്. അതായത് അതെന്തായാലും ഒരു കോൺസ്റ്റന്റ് ആകും. ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന 1 എന്ന് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്കർഷൻ ട്രീ വരയ്ക്കുന്നത്. പിന്നെ ഇതിന് കോസ്റ്റ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ കണ്ടോ, അതായത് നമ്മളൊരു റിക്കർഷൻ ട്രീ വരയ്ക്കുന്നു അല്ലേ, ഈ ഒരു റിക്കർഷൻ റിലേഷൻ വെച്ചിട്ട്. ആൻഡ് ഇവിടെ പറയുന്നതെല്ലാം വായിച്ചേ, എ പ്രോബ്ലം ഓഫ് സൈസ് n വിൽ ഗെറ്റ് ഡിവൈഡഡ് ഇൻടു 2 പ്രോബ്ലംസ് ഓഫ് സൈസ് n/2. ഓക്കെ, കണ്ടോ, ഒരു സൈസ് n എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ദെൻ ഈച്ച് പ്രോബ്ലം ഓഫ് സൈസ് n/2 will get divided into much more smaller pieces അല്ലേ. അതാണ് നമ്മളിപ്പം പറഞ്ഞത്, ഇതൊക്കെയാണ് ഈ പോയിന്റ്സ് ഒക്കെയാണ്. ആൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലെയർ ദ സബ് പ്രോബ്ലം വിൽ റെഡ്യൂസ് ടു 1. അതായത് നമ്മൾ ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ടി ഓഫ് 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ പോലെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടി ഓഫ് എന്നിന് പകരം നമുക്ക് എന്താണ് കോസ്റ്റനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. കോസ്റ്റ് എങ്ങനെയാണ് ആയിരിക്കും വരുന്നത്, n വരും. ഓക്കെ, അപ്പോൾ എന്നിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യില്ലേ, n/2. അപ്പം ഈ എന്നിൻ്റെ ടേംസ് എടുത്ത് എഴുതിയാലും മതി. അപ്പോൾ എങ്ങനെ വരും, n/4 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 ഇങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം, ആൻഡ് ഫോളോയിങ് റിക്കർഷൻ ട്രീ വേർ ഈച്ച് നോട്ട് റിപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് സബ് പ്രോബ്ലം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഓരോരോ ലെവലിലും ഇങ്ങനെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, അതായത് ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ചാലോ. അപ്പോൾ ലെവൽ 0യുടെ കോസ്റ്റ് എത്രയായിരിക്കും, ഇതിൻ്റെ സമ്മ് ഇതാകെ എന്നേ ഉള്ളൂ അല്ലേ.
ഇതിൻ്റെ ആണെങ്കിലോ ലെവൽ 1ൻ്റെ എത്ര ആയിരിക്കും n/2 പ്ലസ് n/2. അപ്പോൾ അത് എത്ര ആയിരിക്കും n തന്നെ ആയിരിക്കും അല്ലേ. ഇവിടുത്തെ ആണെങ്കിലോ ഈക്വൽ ടു 4n/4 ഉണ്ടല്ലേ, n/4 പ്ലസ് n/4 പ്ലസ് n/4 പ്ലസ് n/4. അതെന്തായിരിക്കും വരുന്നത് n ആയിരിക്കും അല്ലേ. n/4 × 4 ആയിരിക്കുമല്ലോ, അപ്പോൾ n തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് സോ ഇത് നമുക്ക് കിട്ടി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഇതിനെ എനിക്ക് ഒരു ജനറൽ ടേം ആയിട്ട് എഴുതിക്കോടെ. ഇതിന് എനിക്ക് വേണമെങ്കിൽ n/2⁻0 എന്ന് എഴുതിക്കോടെ. യെസ്, അത് കറക്റ്റ് അല്ലേ. അപ്പം ഇതിനെയാണെങ്കിലോ, അതായത് എനിക്ക് ഓരോരോ ലെവലിൻ്റെ ഒരു സബ് പ്രോബ്ലം ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെയല്ല ഞാൻ സബ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സബ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, സബ് പ്രോബ്ലംസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം ഈ ഓരോ ലെവലിലെയും എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? n/2⁻0 എന്ന് വരാൻ പറ്റും അല്ലേ. ഇതിൻ്റെയോ n/2⁻1 ആയിരിക്കും, ഇതിൻ്റെ ആണെങ്കിലോ n/2⁻2 ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതായത് അപ്പം എനിക്ക് ഇതിലൊരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ കണ്ടോ. അതായത് n/2⁻0 എന്ന് പറയുന്നത് ലെവൽ 0ക്ക്, 1നാണെങ്കിലോ n/2⁻1, അതേപോലെ 2നാണെങ്കിലോ n/2⁻2. അങ്ങനെയാണല്ലോ നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഒരു ith ലെവലിൽ എത്ര എന്ന് പറയാം? ith ലെവലിൽ എത്ര ആയിരിക്കും? n/2⁻i. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ എന്ത് കിട്ടി? നമുക്ക് ith ലെവലിലുള്ള ഇറ്ററേഷൻ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഞാനിപ്പം ഈ ith ലെവലിൽ, ഓക്കെ, നമുക്ക് ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാ കോസ്റ്റും കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാ ലെവൽസിൻ്റെ, ഇതുവരെയുള്ള ലെവൽസിൻ്റെ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ n ആണല്ലേ. അതേപോലെ തന്നെ എനിക്കിനി ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർമ്മയുണ്ടല്ലോ, ഹൈറ്റ് കണ്ടുപിടിക്കണം. സോ എനിക്കിപ്പം ഈ ith ലെവലിൽ n/2⁻i എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ n/2⁻i എന്ന് പറയുമ്പം എനിക്ക് എത്രയായിരിക്കും വരുന്നത്? അതായത് എനിക്ക് ഈ ഒരു ടേമിൽ n/2⁻2 ആണ്. ഓക്കെ, അപ്പം ഈ i എന്ന് പറയുന്നത് ലെവലായിരിക്കില്ലേ ഇതാക്കുന്നത്. നമ്മൾ പിന്നെ പഠിച്ചതൊന്നും ഞാൻ മുൻപേ പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടോ? അതായത് ഏറ്റവും ലാസ്റ്റിൽ എന്താകും? 1 ആകും അല്ലേ. അപ്പം ഈ ഒരു പ്രോബ്ലം, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് വരുമ്പം നമുക്ക് 1 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇതെല്ലാം 1 ആകും. അപ്പം ഈ n/2⁻i എന്താകും? ഏറ്റവും ലാസ്റ്റ് ലെവലാണെങ്കിൽ ith ലെവൽ n/2⁻i എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആകും അല്ലേ. അതായത് ഏറ്റവും ലാസ്റ്റ് ലെവലിലാണ്. അപ്പം നമുക്ക് i എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പം n = 2⁻i എന്ന് വരും. അതേപോലെ എന്ത് വരും? ഇതിൻ്റെ ലോഗ് ടേം എടുക്കുക അല്ലേ. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? i = log 2n എന്ന് കിട്ടുക അല്ലേ. അപ്പം നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് ith ലെവലാണ്. ഓക്കെ, അപ്പം ഈ നമ്മൾ ലെവൽ 0 തൊട്ടാണല്ലേ തുടങ്ങുന്നത്. അപ്പം ഈ നമ്മുടെ ഇപ്പോൾ ഒരു 10 ലെവൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ലെവൽ +1 ആണ്. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങനെ അത് കൺസിഡർ ചെയ്യണം. ലെവൽ +1 ആണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയായിരിക്കും? log 2n +1. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഹൈറ്റും വരുന്നത്. ഓക്കെ, അതാണ് നമ്മളിപ്പം ചെയ്തത്. ഇത് ചെയ്തതിൻ്റെ ഒരു ഇതുപോലെയാണ്. ഇത് നിങ്ങളിപ്പം എഴുതി നോട്ട് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. നമ്മൾ ഓരോ ലെവലിലെയും കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. കോസ്റ്റ് ഓഫ് ലെവൽ 0 n ആണ്. കോസ്റ്റ് ഓഫ് ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് പോവല്ലേ. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ലെവൽ 2 എന്ന് പറയുന്നത് n ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫുൾ ലെവൽസിലും വരുന്നത്. ഓക്കെ, ആൻഡ് ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് ഇൻ ദ റിക്കർഷൻ ട്രീ. അത് നമ്മൾ ചെയ്തു അല്ലേ. അതായത് ഓരോരോ സബ് പ്രോബ്ലംസിൽ എത്രയാണ് വരുന്നത്? n/2⁻0 ആണ്. അതേപോലെ ith ലെവലിൽ എന്തായിരിക്കും? n/2⁻i. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ള ലെവലാണെങ്കിൽ n/2⁻iനെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ ഈ ഇവിടെ x എന്നാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? log 2n എന്നാണ് കിട്ടിയത്. അതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഹൈറ്റ് എത്രയായിരിക്കും? log to the base n + 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്രയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം അഡീഷണൽ ആയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ ഏറ്റവും താഴത്തുള്ള ഏറ്റവും താഴത്തെ ലെവലിൽ നമ്പർ ഓഫ് നോട്ട്സും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ലെവല്. അപ്പം ഇതിൽ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ നമുക്ക് നോക്കാം. ഇതിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 1 അല്ലേ. ഇവിടെ ആണെങ്കിലോ 2.
ഓക്കെ, ഇവിടെ ആണെങ്കിലോ 4. അപ്പോൾ ഇതിന് എനിക്ക് വേണമെങ്കിൽ മുൻപേ പറഞ്ഞ പോലെ ടേമിൽ 2⁻0 അല്ലേ ഇവിടെ ആണെങ്കിലോ 2⁻1. ഓക്കെ, ആൻഡ് ഇവിടെ ആണെങ്കിലോ 2⁻2. അപ്പം എൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ലെവലിൽ എത്ര ഇതാണ്? ലാസ്റ്റ് ലെവലിൻ്റെ അതായത് ലാസ്റ്റ് ലെവലിൽ നമ്മളിപ്പോൾ എത്രയാണ് കണ്ടുപിടിച്ച്? log 2 ബേസ് n ആണ് അല്ലേ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവൽ. അപ്പം ഇതിൻ്റെ ഏറ്റവും നമ്മൾ ലാസ്റ്റ് ലെവൽ എത്രയാണ് വരുന്നത്? log 2n. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, നമ്മൾ മുൻപേ ചെയ്തതാണ്, ഇപ്പം ചെയ്തേ ഉള്ളൂ. അത് ലാസ്റ്റ് ലെവലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് log 2n ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ലെവലിലെ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? അതായത് 2 ലെവൽ നമ്പർ ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളത് കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പോൾ നമ്മുടെ ഇതെന്തായിരിക്കും? 2 log to the base n. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ ഒരു എക്സ്പ്രഷൻ അറിയാലോ, അതായത് a raised to log a b, അതായത് അത് b തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും? നമ്മുടെ n ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ഏറ്റവും ലാസ്റ്റിലുള്ള ലെവലിൽ എത്രയായിരിക്കും വരുന്നത്? n ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, n ടേംസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റിലെ സബ് പ്രോബ്ലത്തിൻ്റെ ഇത് എത്രയായിരുന്നു? T(1) ആയിരുന്നു അല്ലേ. T(1) നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവൽ കോസ്റ്റ് എന്തായിരിക്കും? ലാസ്റ്റ് ലെവൽ കോസ്റ്റ് എന്ന് പറയുന്നത് T(1) into n അല്ലേ. അതായത് T(1) into n ടൈംസ് ഉണ്ട്. അതായത് നമ്മൾ T(1) എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലെ ടേം ആണ്. അപ്പം അതിൻ്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും? T(1) into n ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? അതായത് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു b എന്ന് എടുക്കുന്നു, b into n എന്ന് എഴുതുന്നു. അപ്പം ഇതിനെ ഞാൻ തീറ്റയുടെ ഫംഗ്ഷനിൽ എഴുതി എങ്ങനെ എഴുതാം? θn എന്ന് എഴുതാം അല്ലേ. അപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റിലെ കോസ്റ്റ് θ(n) എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ അതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും ലാസ്റ്റ് ലെവലിലുള്ള നമ്പർ ഓഫ് നോട്ട്സ് കണ്ടുപിടിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലാസ്റ്റ് നോട്ട്സിൽ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ n/2, n/2, n/4, 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 n/4 ഇങ്ങനെയല്ല നമുക്ക് പോകുന്നത്. ഇങ്ങനെ പോകാം. നമുക്ക് ഓരോ ലെവലിൽ നോക്കാം. ഫസ്റ്റ് ലെവലിൽ 1 നോഡ്, സെക്കൻഡിൽ 2, 4, n. അപ്പം അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് നോഡിൽ എങ്ങനെയായിരിക്കും വരുന്നത്? 2 log to the base n നോട്ട്സ്, അതായത് n നോട്ട്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവലിലെ കോസ്റ്റ് എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവൽ ഈക്വൽ ടു n into T(1). അതായത് ഒരു സബ് പ്രോബ്ലത്തിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി നമുക്ക് എടുക്കുമ്പോൾ n into T(1). അതായത് നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ കാണിക്കാം? θ(n) എന്ന് കാണിക്കാം അല്ലേ. അതേപോലെ തന്നെ എനിക്കിപ്പം ഈ ഇത്രയും വാല്യൂസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണ് പറയുന്നത്? പിന്നെന്താണ്? എനിക്ക് ഓരോന്നിൻ്റെ ഓരോ ലെവലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് ഓരോന്നിൻ്റെ n ആണ്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് T(1) ആണ്. T(1)ൻ്റെ ലെവൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? log 2n. ഇവിടെ തുടക്കം 0. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എനിക്ക് ലാസ്റ്റിൻ്റെ കോസ്റ്റ് കിട്ടിയല്ലേ, അതെത്രയാണ്? θ(n). അപ്പോൾ എനിക്ക് ബാക്കി ഇത് ഇത്രേൻ്റെയും കോസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണ്ടേ. അത് ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അതായത് ഇവിടെ അപ്പോൾ എത്ര കാണും? ഇത് log 2n ആണ്. അതപ്പോൾ 0 to log 2 of n minus 1 ഇതായിരിക്കില്ലേ ഈ സെക്കൻഡ് ലാസ്റ്റ് ലെവലിൻ്റെ നമ്പർ. അപ്പം ഈ 0 to log 2n minus 1 എത്ര ലെവൽസ് കാണും? ആക്ച്വലി 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പം 1 ഇതാകുമ്പോൾ ഇത് log 2n ടേംസ് ആണ് അല്ലേ. log 2n ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും കോസ്റ്റ് ആഡ് ചെയ്യാം. കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? n plus n. ഓക്കെ, ആൻഡ് പിന്നെ എന്താണ് അഡീഷണൽ? ഏറ്റവും ലാസ്റ്റ് ലെവല് θn. ഇത് എത്ര ടേംസ് ആണ്? log 2n ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ n നമ്പേഴ്സ് log 2n ടൈംസ് ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ മുമ്പേ ചെയ്ത പോലെ തന്നെ അല്ലേ. 4 എന്നാണ് ആഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ 4 n എന്ന് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ log 2n ടൈംസ് ടേംസ് n ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n into log 2n. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോടെ. ഇങ്ങനെ എഴുതുന്ന മിസ്റ്റേക്ക് ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ. അതേപോലെ തന്നെ എന്താണ്? θ(n) എന്ന് എഴുതാം.
അപ്പം എനിക്കിനി അടുത്തത് ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. അതായത് ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും ടൈം എടുക്കാം. ഓക്കെ, എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ജസ്റ്റ് ബേസിക്കായിട്ട് അറിഞ്ഞാലും മതി. അതായത് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് മീൻസ് ബേസിക്കായിട്ട് എനിക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ടി ഓഫ് എൻ ബൈ ടു ഈക്വൽ ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ ടു പ്ലസ് എൻ. അപ്പം ഞാൻ ഈ ഓരോ ഫംഗ്ഷനിലും ആദ്യമേ ഇത് റൺ ചെയ്യും, ഇതെല്ലാം റൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഇതിൽ ഈ കിട്ടുന്ന റിസൾട്ടെല്ലാം എനിക്ക് ബാക്കിലോട്ട് കൊണ്ടുപോകല്ലേ. ഇതാണ് ഞാൻ ബേസിക്കായിട്ട് ഇവിടെ ഒരു സാധാരണ ഒരു റിക്കർസീവ് അൽഗോരിതം ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്കപ്പം ഇതെല്ലാം ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് ഇത് ഇത്രയും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും പാരലലി പോകുന്നതാണല്ലേ. അപ്പം ഇതിൻ്റെ എനിക്കൊരു കോസ്റ്റ് ഫംഗ്ഷൻ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനായിട്ട് ഓഫ് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓഫ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ രണ്ടിൽ ഏത് ടേം ആയിരിക്കും ഞാൻ എടുക്കുന്നത്, വലിയ ടേം ആയിരിക്കും അല്ലേ. എൻ ലോഗ് ടു ആണോ വല്ലത് അതോ എൻ ആണോ വല്ലത്, എപ്പോഴും എൻ ലോഗ് എൻ ആയിരിക്കും അല്ലേ വരുന്നത്. അപ്പം എങ്ങനെ ചെയ്യാം, എൻ ലോഗ് ടു എൻ ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇൻഡ്യൂറ്റീവ് ആയിട്ട് ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ മാസ്റ്റർ മെത്തേഡിലാണെങ്കിൽ നമുക്ക് എന്ത് പെട്ടെന്ന് കിട്ടുമായിരുന്നല്ലേ. മാസ്റ്റർ മെത്തേഡിൽ നിങ്ങൾ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് പോലെ ഒന്ന് ചെയ്ത് നോക്ക്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് ടി ഓഫ് എൻ ഈക്വൽ ടി ഓഫ് എൻ ബൈ ടു പ്ലസ് എൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലേ. എന്നിട്ട് ഞാൻ അതിനെ റിക്കർഷൻ ട്രീ വരയ്ക്കുന്നു. ഇങ്ങനെ അത് ബേസ് ചെയ്തിട്ട് ടി ഓഫ് എൻ ബൈ ടു വെച്ചിട്ട് വരയ്ക്കുന്നു. ആൻഡ് അതിൽ ഞാൻ ഓരോരോ കോസ്റ്റായിട്ട് കൊടുക്കുന്നു, ഓരോന്നിൻ്റെയും ഡിവൈഡ് ചെയ്യുമ്പം. ആൻഡ് അങ്ങനെ എനിക്ക് എന്ത് കിട്ടും, എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈച്ച് ലെവലിലെ കോസ്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ കണ്ടുപിടിച്ചു, അത് എന്നാണ് ഇവിടെ കണ്ടു. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, ഇത് എന്ന് കിട്ടും, പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്നായിരിക്കും അല്ലേ കിട്ടുന്നത്. അതേപോലെ തന്നെ എനിക്ക് നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് എനിക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കി. അപ്പം ഒന്ന് എൻ ബൈ ടു വരുന്നു, ഒന്ന് എൻ ബൈ ടു എൻ ബൈ ഫോർ അങ്ങനെയാണ് പോകുന്നത്. അപ്പം എനിക്ക് എങ്ങനത്തെ ഒരു ഇതായിരിക്കും കിട്ടുന്നത്, എൻ ബൈ ടൂയുടെ ഇതായിരിക്കും അല്ലേ, എൻ ബൈ ടു റേസ് ടു ടൂയുടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എൻ ബൈ ടു റേസ് ടു ആയി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ 1 ആകും അല്ലേ. ലാസ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സൈസ് ഓഫ് സബ് പ്രോബ്ലം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് എൻ ബൈ ടു റേസ് ടു എക്സ് ഈക്വൽ ടു 1 എന്ന് എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് എക്സിൻ്റെ വാല്യൂ ലോഗ് ടു ഓഫ് എൻ എന്ന് കിട്ടും. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 0 എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ലോഗ് ടു ഓഫ് എൻ പ്ലസ് 1 എന്ന് ഹൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി ഓരോ നോട്ട്സിലും ഓരോ ലെവൽസിലും എത്ര നോട്ട്സ് ഉണ്ടെന്ന് നോക്കും. അത് എത്രയാണ് നമുക്ക് കിട്ടിയ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8 അങ്ങനെയല്ലേ നമുക്ക് പോകുന്നത്. അപ്പോൾ അതും 2യുടെ ഒരു എക്സ്പൊണൻഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് അതിന് നമുക്കൊരു nth നോട്ട്സിൽ എത്രയായിരിക്കും കാണുന്ന, 2 റേസ് ടു ലെവൽ നമ്പർ അല്ലേ. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവൽ നമ്പർ എത്രയാണ്, ലോഗ് ടു എൻ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 2 റേസ് ടു ലോഗ് ടു എൻ. അതെന്താണ്, n തന്നെയാണ്. ഓക്കെ, ആൻഡ് അടുത്ത പിന്നെ എന്താണ്, അടുത്തത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ലെവലിലെ കോസ്റ്റ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും ലാസ്റ്റിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഇൻറ്റു ജസ്റ്റ് ടി ഓഫ് ആണ് ചെയ്താൽ മാത്രം പോരെ. അപ്പം എനിക്ക് തീറ്റ ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പോലെ കിട്ടും. ആൻഡ് എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, അതായത് എല്ലാ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് കോസ്റ്റ് ഓഫ് ഓൾ ദ ലെവൽസ് ഓഫ് ദ റിക്കർഷൻ ട്രീ ആൻഡ് സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ സോ ഒബ്റ്റെയിൻഡ് ഇൻ ടേംസ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്, അതായത് n by 2 n by 2 n by 4 n by 4 n by 4 n by 4 ഇങ്ങനെ എനിക്ക് ഓരോന്നിൻ്റെയും ഓരോ ലെവൽസിൻ്റെ ആഡ് ചെയ്തു. ഇവിടെ n ആണ്, ഇവിടെ n ആണ്. കണ്ടോ, ഓരോ ലെവൽസിൻ്റെയും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്, n ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് n ഇൻറ്റു ലോഗ് ടു ഓഫ് n എന്ന് വരുന്നത്. ഓക്കെ, അതായത് ലോഗ് ടു n ടേംസും ഉണ്ട്. കാരണം ഏറ്റവും ഇത് 0 എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ 0 ടു ഏതായിരിക്കും ലാസ്റ്റ് ലെവൽ എന്താണ്, ലോഗ് ടു n. ലോഗ് ടു എൻ ലെവലിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, തീറ്റ ഓഫ് n ആണ്. അപ്പോൾ ലോഗ് ടു ഓഫ് n-1 വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് എത്രയാണ് കിട്ടുന്നത്,
അതായത് ലോക്ട് ഓഫ് n 0 to ലോക്ട് ഓഫ് n - 1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ലെവൽസ് കാണും? ലോക്ട് ഓഫ് n ലെവൽസ് തന്നെ കാണും. ഓക്കെ, അത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്, അങ്ങനെ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ആൻഡ് പ്ലസ് തീറ്റ ഓഫ് n ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? n ഇൻറ്റു ലോക്ട് ഓഫ് n വരും. പിന്നെ ഇതിൽ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആയിട്ട് എങ്ങനെ വലിയ ടേം ആയിരിക്കും എഴുതുന്നല്ലേ, അതാണ് നമുക്ക് കിട്ടുന്ന തീറ്റ ഓഫ് n log n എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, തീറ്റ ഓഫ് n log n ആണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. അതായത് നമ്മൾ മാസ്റ്റർ മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. ഇത് ഇങ്ങനെ കുറച്ച് പണിയായിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണിത്. ഓക്കെ, പക്ഷേ ഈ മാസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ മാസ്റ്റർ മെത്തേഡ് ഏതിലാണ് അപ്ലൈ ചെയ്യുന്നത്? ടി ഓഫ് n ഈക്വൽ ടു a ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് തീറ്റ ഓഫ് n റേസ് ടു k ലോഗ് ഓഫ് pn. ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻസിൽ മാത്രമാണ് നമ്മൾ മാസ്റ്റർ തിയർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലല്ലാത്ത ടേംസിൽ നമുക്ക് മാസ്റ്റർ തിയർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഒന്നല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിക്കർസിവ് മെത്തേഡ്. ഓക്കെ, അപ്പം അതിനാണ് ഞാൻ പിന്നെ റിക്കർസിവ് മെത്തേഡും കൂടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞാൽ? സോൾവ് ദ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് റിക്കർഷൻ ട്രീ മെത്തേഡ്. ഓക്കെ, അപ്പം ഇതും നമുക്ക് ഓൾറെഡി രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് അല്ലേ. നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള മിക്കുള്ളതും ടി ഓഫ് n ബൈ 5 അല്ലെങ്കിൽ 2 ഇൻറ്റു n ബൈ 3 അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഇത് നമ്മൾ ഫസ്റ്റാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈം കോംപ്ലക്സിറ്റീസ് വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? ഫസ്റ്റ് ടി ഓഫ് n ആണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അതിൻ്റെ തന്നെ വരയ്ക്കാം. ടി ഓഫ് n എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ടി ഓഫ് n ബൈ 5 ആയിട്ടും ടി ഓഫ് 4n ബൈ 5 ആയിട്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തായിരിക്കും? അടുത്തത് എനിക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ടല്ലേ, ടി ഓഫ് n ബൈ 5 ആൻഡ് ടി ഓഫ് 4n ബൈ 5 അങ്ങനെയായിട്ടല്ല നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ, ആൻഡ് എനിക്കിവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ നമ്മൾ എക്സ്പാൻഷൻ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം എനിക്ക് രണ്ടിനും ഇവിടെ ഈ ഒരു ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്? എനിക്കപ്പം ടി ഓഫ് n ബൈ 5 ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ടി ഓഫ് ഇവിടുത്തെ ടേം n ഇൻറ്റു 1 ബൈ 5 ആണ് ആകുന്നത്. അതായത് ഈ ടേം ഇൻറ്റു 1 ബൈ 5. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ടി ഓഫ് n ബൈ 5 സ്ക്വയർ എന്നായിരിക്കും അല്ലേ വരുന്നത്. അതേപോലെ തന്നെ ആണെങ്കിലോ ഇവിടെ ആണെങ്കിൽ എന്താണ്? ഇവിടെ n എന്ന് പറയുന്നത് ഇൻറ്റു 4 ബൈ 5 ആണ് അല്ലേ ആകുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഈ ടേം എന്താകും? ഇൻറ്റു 4 ബൈ 5 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം 4n ബൈ 5 സ്ക്വയർ ആകും. ആൻഡ് ലാസ്റ്റ് n തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതേണ്ടത്. അപ്പം ഇതെങ്ങനെയായാലും ടി ഓഫ് n ബൈ 5 സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതാണെങ്കിലോ ടി ഓഫ് 4n ബൈ 5 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ആൻഡ് അടുത്തത് എന്താണ്? ടി ഓഫ് 4n ബൈ 5 ആണ്. ഓക്കെ, അടുത്തത് ടി ഓഫ് 4 ബൈ 5n ഇങ്ങനെ എഴുതാം. ഓക്കെ, ആൻഡ് അപ്പം എൻ്റെ ടേം ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? ഇൻറ്റു 1 ബൈ 5 ആണ് അല്ലേ മൾട്ടിപ്ലൈ ആക്കുന്നത്. അപ്പോൾ ഇൻറ്റു 1 ബൈ 5 ചെയ്യാം. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ടി ഓഫ് 4 ബൈ 5 സ്ക്വയർ ഇൻറ്റു n ആയിരിക്കും അല്ലേ കിട്ടുന്നത്. അതേപോലെ സെക്കൻഡ് ടേം ആണെങ്കിലോ ഇൻറ്റു 4 ബൈ 5 ആണ്. അപ്പോൾ എന്താകും? 4 ബൈ 5 ദ ഹോൾ റേസ് ടു സ്ക്വയർ n അല്ലേ പ്ലസ് n ഇങ്ങനെ ആയിരിക്കും അല്ലേ. പ്ലസ് 4 ബൈ 5n ആണ്. 4 ബൈ 5n ഇവിടെ ആണെങ്കിലോ n ബൈ 5 ആയിരിക്കും വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ എനിക്ക് ടി ഓഫ് ടി ഓഫ് 4n ബൈ 5 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിലോ ടി ഓഫ് n ഇൻറ്റു 4 ബൈ 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ എനിക്ക് ഓരോന്നിലും ചെറിയ ചെറിയ പാറ്റേൺസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ
എനിക്കിവിടെ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെവൽ എന്താ തന്നെയായിരിക്കും, നമ്മുടെ ടി ഓഫ് 1 തന്നെ ആയിരിക്കും അല്ലേ. അപ്പം എന്നിട്ട് എനിക്ക് അടുത്ത എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഓരോ ലെവൽസിൻ്റെ സമ്മ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുമെന്ന്. സോ ഇതാണ് നമുക്ക് ഏകദേശം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്താണ്, n ആണല്ലേ, n ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിന് പകരം n എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. അപ്പോൾ ഇത് n ആകും, n/5 ആകും, 4n/5 ആകും, ഇത് n/5² ആകും, ഇത് 4n/5² ആകും, ഇത് ഓൾസോ 4n/5², ആൻഡ് ദ ലാസ്റ്റ് ടേം വുഡ് ബി 4/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു n. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ആൻഡ് അപ്പോൾ അതിൻ്റെ ഒരു ട്രീ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഓരോന്നിനെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണല്ലോ നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ നോക്കാം. കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്, n ആണല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്, n/5 + 4n/5, n/5 + 4n/5 ഈക്വൽ ടു 5n/5 അല്ലേ. അതിൻ്റെ സമ്മ എന്താണ്, n തന്നെയാണ്. ഓക്കെ, അത് n കിട്ടി. പിന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യണം. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, n/5² + 4n/5². അതിൻ്റെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5n/5² അല്ലേ. അതെന്ത് തന്നെയാണ്, n/5 ആണ്. ഓക്കെ, ആൻഡ് ഇതാണെങ്കിലോ 4n/5² + 4n/5². 4n/5² എന്ന് പറയുന്നത് 4n ആണ്. 4² n എന്ന് പറയുന്നത് 16n ആണ്. 16n/5². ഓക്കെ, ആൻഡ് നമുക്ക് എത്ര കിട്ടും, 20n/5² കിട്ടും. അപ്പോൾ ഇതിൽ 5 കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4n/5. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ, n/5 + 4n/5, അതും എത്രയായിരിക്കും കിട്ടുന്നത്, n തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അതായത് ഫുള്ള് n ടേംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ n തന്നെയായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നെക്സ്റ്റ് ഹൈറ്റ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോന്നിൻ്റെ ലാസ്റ്റ് ലെവൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിന് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് ഏതാണല്ലോ, നമ്മൾ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും, ഒന്നല്ലെങ്കിൽ നമുക്ക് 4n/5 എടുക്കാം, അല്ലെങ്കിൽ 4n/5 റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ടേം എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ടേം എടുക്കുന്നെങ്കിൽ അല്ല ഒരു ഫീച്ചർ ഉണ്ടോ, ഇതും മുൻപത്തെ പോലെ തന്നെ ഈ 4/5 എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നല്ലേ. അടുത്ത 4/5 ദ ഹോൾ സ്ക്വയർ, അടുത്ത എന്തായിരിക്കും 4/5 ദ ഹോൾ ക്യൂബ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ലെവലിലും അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇത് ലെവൽ 2 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ith ലെവലിൽ എന്തായിരിക്കും, ith ലെവൽ ഇത് 4/5 ഇവിടെ വരുന്നത്. ഈ ടേം എന്ന് പറയുന്നത് 4/5 ദ ഹോൾ റേസ് ടു 0 ഇൻറ്റു n അല്ലേ. ഇവിടെ എന്താണ് 4/5 ദ ഹോൾ റേസ് ടു 1 ഇൻറ്റു n. ഇവിടെ എന്താണ് 4/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു n. അപ്പോൾ നമുക്ക് ഏത് ലെവലാണെങ്കിലും എങ്ങനെ എഴുതാം, ith ലെവലാണെങ്കിലോ, ith ലെവലാണെങ്കിൽ 4/5 ദ ഹോൾ റേസ് ടു i ഇൻറ്റു n എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ടേമിൽ നമ്മൾ മുൻപേ പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് ടേമിൽ എന്താകും, ടി ഓഫ് 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആകും അല്ലേ. ഇതെല്ലാം നമ്മുടെ ടി ഓഫ് ഇതിൻ്റെ ടേം കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടേമിൽ എന്താകും, 1 ആകും. അപ്പോൾ ലാസ്റ്റ് ടേമിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതെടുക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, 4/n = 5/4 ദ ഹോൾ റേസ് ടു i അല്ലേ. അപ്പം ഐയുടെ ടേം എന്തായിരിക്കും വരുന്നത്, i = log 5/4 i n. ഓക്കെ, ഇതാണ് എനിക്ക് ഇതിൻ്റെ ലാസ്റ്റ് ലെവലിൻ്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ലെവലിൻ്റെ നമ്പർ വരുന്നത്. അപ്പം log 5/4 + n. പക്ഷേ എൻ്റെ ഹൈറ്റ് എന്തായിരിക്കും, ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് 0 എന്ന് തുടങ്ങുന്നതുകൊണ്ട് +1 ആഡ് ചെയ്യണം അല്ലേ. ലാസ്റ്റ് ലെവൽ +1 ആഡ് ചെയ്യണം. അപ്പം log 5/4 + 5/4 n + 1, അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ലെവലിൻ്റെ നമ്പർ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അതായത് ഞാൻ എന്താണ് ചെയ്തത്,
അതായത് ഞാൻ ഏറ്റവും റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, എന്നിട്ട് റൈറ്റ് മോസ്റ്റ് എലമെൻറ്റിൻ്റെ നമ്പർ നോക്കുന്നു, അതായത് ഓരോ ലെവലിൽ ഞാനൊരു പാറ്റേൺ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതിലെല്ലാം നമ്മളൊക്കെ പാറ്റേൺ കണ്ടുപിടിക്കുന്ന അനുസരിച്ചിരിക്കും. സോ 4/5 ദ ഹോൾ റേസ് ടു ലെവൽ നമ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ലെവൽ എന്തായിരിക്കും? 4/5 ദ ഹോൾ റേസ് ടു I ഇൻറ്റു 4/5 ദ ഹോൾ റേസ് ടു I ഇൻറ്റു n ഈക്വൽ ടു 1 അങ്ങനെയായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? log of 5/4 n എന്ന് നമുക്കൊരു ടേം കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓരോ ലെവൽസിലും എന്താണ് ചെയ്തത്? ഓരോ ലെവൽസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് n കിട്ടുന്നു, പിന്നെ അടുത്ത ലെവലിൽ n ആൻഡ് n/5² പ്ലസ് 4n/5² പ്ലസ് 4n/5² പ്ലസ് 4² n/5². ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? n തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ അപ്പോൾ കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ കണ്ടുപിടിച്ചു. പിന്നെ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ്. അതിൽ നമ്മൾ എന്താണ് ചെയ്തത്? സൈസ് ഓഫ് ഈച്ച് സബ് പ്രോബ്ലം എന്ന് പറയുന്നത് 4/5 ദ ഹോൾ റേസ് ടു 0. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് മോസ്റ്റ് എടുക്കാം, ലെഫ്റ്റ് മോസ്റ്റ് റൈറ്റ് മോസ്റ്റ് എടുക്കാൻ പറയുന്നത്. അതാണ് കുറച്ചുകൂടെ ഒരു പാറ്റേൺ പോലെ കണ്ടതല്ലേ. മറ്റേതാണെങ്കിലോ 1/5 ദ ഹോൾ റേസ് ടു 0n. ഇത് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. 1/5 ദ ഹോൾ റേസ് ടു 1 to n അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ലെവൽ എങ്ങനെയായിരിക്കും വരുന്നത്? log of 5/4 n എന്ന് വരും. ഓക്കെ, ആൻഡ് log of 5/4 n + 1 ആയിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ലാസ്റ്റ് എത്ര ലെവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. എത്ര ലെവൽസ് ഉണ്ടെന്ന് ഏറ്റവും ലാസ്റ്റിൽ നോഡിൽ എത്ര ലെവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് എന്തൊക്കെയാണ് ഇതുവരെ? കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ കണ്ടുപിടിച്ചു ആൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചു അല്ലേ. കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ and ലാസ്റ്റ് ലെവൽ എന്താണ്? log 5/4 n. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെവലിൽ വരുന്നത്. ആൻഡ് ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പം ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലെവലിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഇതും ജസ്റ്റ് ഒരു ഇതുപോലെ വരുന്നില്ലേ. ഇവിടെ ആണെങ്കിൽ 1 വരുന്നുണ്ട്, ഇവിടെ ആണെങ്കിൽ എത്ര ടേംസ് ആണ് വരുന്നത്? 1 ടേം. ഇവിടെ എത്ര ടേംസ്? 1. ഇവിടെ ആണെങ്കിലോ 2, ഇവിടെ ആണെങ്കിലോ 4. അപ്പം ഇതും ജസ്റ്റ് ഒരു 2യുടെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെയായിട്ട് എഴുതാം? 2/0 ആൻഡ് ഇത് 2/1 ആൻഡ് ഇത് 2/2. ഓക്കെ, അപ്പം 2 ലെവൽ നമ്പർ ആയിട്ടാണല്ലേ വരുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെവൽ ഏതാണ്? 2 ലാസ്റ്റ് ലെവൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെവലിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ലാസ്റ്റ് ലെവൽ അതെത്രയായിരിക്കും? 2 ഇവിടെ എല്ലാം ആ ലെവൽ നമ്പർ റേസ് ചെയ്ത് 2 വരുന്നില്ലേ. അപ്പോൾ എന്തായിരിക്കും? 2 log 5/4 n. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ലെവലിലുള്ള നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ കോസ്റ്റ് എങ്ങനെ വരും? കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവൽ അതെത്രയായിരിക്കും? ഇത് 2 log 5/4 n ഇൻറ്റു t of 1 വരും അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? θ n എന്ന് പറയുന്നത് 2 log of 5/4 n എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം. പക്ഷേ എനിക്ക് ഇതിനെ വേണമെങ്കിൽ അത് നമുക്ക് അടുത്തല്ലോ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചല്ലേ. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. അത് 1 to 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ആ നമ്പർ അല്ലേ വരുന്നത്. അപ്പോൾ 2 log 5/4 എന്ന് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ കണ്ടുപിടിച്ചു അല്ലേ. അതായത് 2 log 5/4 n എന്നാണ് കണ്ടുപിടിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് 2 log 5/4 n എന്നാണല്ലേ വന്നത്. ഇതിന് എനിക്ക് വേണമെങ്കിൽ വേറൊരു ടേം ആയിട്ട് എഴുതിക്കോടെ. അതായത് θ of n raised to log 5/4 2 ഇങ്ങനെ എനിക്ക് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതുന്നത് കറക്റ്റാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ a raised to log to the base b
സി ആണെങ്കിൽ അത് എങ്ങനെ എഴുതാം? സി റേസ് ടു ലോഗ് ബി എ. ഓക്കെ, ഇത് ഈ ഫംഗ്ഷൻ അറിയില്ലെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി വെച്ചേക്ക്, മറന്നു പോകാതിരിക്കാനാണ്. സോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. തീറ്റ ഓഫ് 2 റേസ് ടു ലോഗ് 5/4 ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? എൻ റേസ് ടു ലോഗ് ഓഫ് ടു ദ ബേസ് 5/4 ഓഫ് 2 എന്ന് ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പം അങ്ങനെ ഞാൻ എഴുതി. പിന്നെ അടുത്ത എന്താണ്? എനിക്ക് ഇതുവരെയുള്ള എത്ര ലെവൽസ് ഉണ്ട്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ എത്ര ലെവൽസ് ആണുള്ളത്? ഇവിടെ n/2 n/2 അങ്ങനെ എത്ര ലെവൽസ് ഉണ്ട്? ഏറ്റവും ലാസ്റ്റ് ലെവലാണ് നമുക്ക് ലാസ്റ്റ് ലെവലാണ് നമുക്ക് ലോഗ് 5/4 n വന്നത് അല്ലേ. അപ്പം ഇത് 0 എന്നല്ല തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇത്രയും ടേംസ് എത്ര കാണും? ലോഗ് 5/4 ടേംസ് തന്നെ കാണും അല്ലേ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയായിരിക്കും വരുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് 5/4, അതായത് ഇത്ര n ടേംസ് ആണ്, n പ്ലസ് എക്സെട്ര അപ് ടു n. പിന്നെ ഏറ്റവും ലാസ്റ്റിലെ കോസ്റ്റ് എത്രയാണ്? തീറ്റ ഓഫ് n2 റേസ് ടു അല്ലെങ്കിൽ n റേസ് ടു ലോഗ് ഓഫ് 5/4 2 ഇങ്ങനെ ആയിരിക്കുമല്ലേ എനിക്ക് വരുന്നത്. അപ്പോൾ ഇത് എത്ര ടേം ഉണ്ട്? ലോഗ് ഓഫ് 5/4 ടു ദ ടു n, അത്രയും ടേംസ് ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെയായിട്ട് എഴുതാം? ഈ വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് ഓഫ് 5/4 n, ഇങ്ങനെ എനിക്ക് എഴുതാം. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതപ്പം നമ്മുടെ ഇതും കൂടെ ആഡ് ചെയ്യും. അപ്പം പ്ലസ് തീറ്റ ഓഫ് n ലോഗ് 5/4 n. അപ്പോൾ എൻ്റെ ഫൈനൽ ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും? തീറ്റ ഇതായിരിക്കുമല്ലേ വലുത്? n ഇൻറ്റു ലോഗ് 5/4 ആണോ വലുത്? അത് n റേസ് ടു ലോഗ് 5/4 n ആണോ വലുത്? ഇതാണ് വലുത്. ഓക്കെ, n ഇൻറ്റു ലോഗ് 5/4 n. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഈ ലോഗ് 10 ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം ഡൗട്ടുണ്ട് ഇതിൽ ഏതാണ് വലുതെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ലോഗ് 10 ജസ്റ്റ് വേറൊരു ലോഗ് ബേസ് കൊടുക്കുന്നു, ലോഗ് ടു ദ ബേസ് n കൊടുക്കുന്നു. ആൻഡ് ഇവിടെ ആണെങ്കിലോ ലോഗ് n റേസ് ടു ലോഗ് ടു ദ ബേസ് n ടു ദ n. ഓക്കെ, ഞാനിങ്ങനെ കൊടുക്കുന്നു. ഇനി എനിക്ക് വലിയൊരു ഫംഗ്ഷൻ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു n-ന് 10 റേസ് ടു 5 കൊടുക്കുന്നു. അപ്പോൾ ഇതിന് എത്രയാകും? n 10 റേസ് ടു 5 ലോഗ് 10 ഇൻറ്റു 10 റേസ് ടു 5. ഇത് എത്രയാണ്? 5 ഇൻറ്റു 10 റേസ് ടു 5 അല്ലേ. ഇവിടെ ആണെങ്കിലോ ഇവിടെ എങ്ങനെ വരും? ഇവിടെ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്രയാണ്? 10 റേസ് ടു 5. അതേപോലെ തന്നെ ഇത് എത്രയാണ്? ലോഗ് ടു ദ ബേസ് 2n എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 10 റേസ് ടു 5 വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാകും. സോ നമ്മുടെ ഏറ്റവും ഫൈനൽ വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്? സോറി, ടു ദ ബേസ് 2 ആണ്. ടു ദ ബേസ് 2 ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാണിച്ചുതരാം. അതായത് n, ഞാനിപ്പം ജസ്റ്റ് ഒരു 2 മാറ്റിയിട്ട് 10 തന്നെ ആക്കിയേക്ക്. n ലോഗ് 10n. അപ്പം ഞാനിവിടെ n-ന് 10 റേസ് ടു 5 കൊടുക്കുന്നു. ഓക്കെ, അപ്പം 10 റേസ് ടു 5 ഇൻറ്റു 5 അല്ലേ ഇത്. അതേപോലെ തന്നെ ഈ ടേം എത്രയായിരിക്കും? n റേസ് ടു ലോഗ്, ഞാൻ ചുമ്മാ 10 എന്ന് കൊടുക്കുന്നു. പിന്നെ ഇത് ഞാൻ 10 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിട്ട് വരും? ഇത് n തന്നെ ആയിട്ട് വരും അല്ലേ. അത് എത്രയായിരിക്കും? 10 റേസ് ടു 5. അപ്പം 10 റേസ് ടു 5 ആണ്. 10 റേസ് ടു 5 ഇൻറ്റു 5 ആണോ വലുത്? ഇതല്ലേ വലുത്. അപ്പോൾ എനിക്ക് എന്തായിട്ട് തന്നെ എഴുതാം? ഇതിൻ്റെ തീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തീറ്റ ഓഫ് n ലോഗ് 5/4 ആയിട്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതായത് എനിക്കിപ്പം ഈ രണ്ട് ഫംഗ്ഷൻസും വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ ജസ്റ്റ് ഒരു വലിയൊരു നമ്പർ പോലെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക n-ന്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഏതാണ് കറക്റ്റ് വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള നമ്മൾ t ഓഫ് n/5 4n/5. കാരണം ഇവിടെ രണ്ടും ഡിഫറെൻറ്റ് രീതിയിലാണ് വന്നത്. അപ്പം t ഓഫ് n/5 t ഓഫ് 4n/5 പിന്നെ ഇത് എത്രയാണ് വരുന്നത്? n ആണ് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, n/5 4n/5 എന്ന് വരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇവിടെ ഇൻറ്റു ഈ n എന്താണ് ചെയ്യുന്നത്, ഒരു n ഇൻറ്റു 1/5 പാർട്ടാകും, മറ്റേത് 4/5 പാർട്ടാകും. അപ്പോൾ 1/5 ആവുന്ന അടുത്ത് എന്താകും, ഒരു ടേം എന്ന് പറയുന്നത് 1/5 ആകും, മറ്റേത് എന്താകും 4/5 ആകും. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഇവിടെ ആണെങ്കിലോ ഇത് 1/5 ആകും, മറ്റേ ടേം 4/5 ആകും. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓരോ വാല്യൂസ് കിട്ടുന്നത്. പക്ഷേ ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, n കിട്ടി. പിന്നെ മുൻപത്തെ ആ മെത്തേഡ് എടുക്കുന്നു, അതായത് ഏറ്റവും റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു. ആൻഡ് അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, അതായത് ഏറ്റവും ലാസ്റ്റ് ലെവലിൽ, ഓക്കെ ലാസ്റ്റ് ലെവലാണ് കേട്ടോ, റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് എടുക്കാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ സ്മോളർ ഫങ്ഷൻസ് എടുക്കാൻ നോക്കുക. ഓക്കെ, ബിഗ്ഗർ എലമെൻറ്റ്സ് എടുക്കാൻ നോക്കുക. ആൻഡ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇത് കിട്ടുന്ന ഏതാണ്, 4/5 ദ ഹോൾ റേസ് ടു i ഇൻറ്റു n എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആകുമല്ലേ, ഏറ്റവും ലാസ്റ്റ് ബിഗർ ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, log of 5/4 n പ്ലസ് 1. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്നു. ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഏറ്റവും താഴത്തെ ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അത് ഏത് ലെവലാണ്, 1 2 4 അങ്ങനത്തെ ഒരു ലെവൽസിലാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ 2 log of 5/4 n നോട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് പിന്നെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആഡ് ചെയ്യുന്നു അല്ലേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, n പ്ലസ് എത്ര ടേംസ് ആണ്, log of 5/4 n ലെവൽസ് ആണ്. അത് നെക്സ്റ്റ് പിന്നെ എന്താണ്, തീറ്റ ഓഫ് n റേസ് ടു log of 5/4 2 ടേംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, n log of 5/4 n എന്നാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്, തീറ്റ ഓഫ് n log 5/4 ഇങ്ങനത്തെ ഒരു ടൈം കോംപ്ലക്സിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. So solve the following recurrence relation using a recursion tree method. ഓക്കെ, ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതൊരു വേറെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ തന്നെ. നമുക്കിത് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഇതിലെന്താണ് വരുന്നത്, 2t of n equal to 3 into t of n/4 plus c of n square. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യമേ തന്നെ നമുക്ക് റിക്കർഷൻ ട്രീ ആയിട്ട് വരയ്ക്കാം അല്ലേ. റിക്കർഷൻ ട്രീയിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ട്രീ വരയ്ക്കാം അല്ലേ. അപ്പം ട്രീയിൽ ടി ഓഫ് n ആണ്. ആൻഡ് ടി ഓഫ് എന്നിൽ ഇതെന്താകും, 3 t of n/4 ഉണ്ടല്ലേ. അപ്പോൾ 3 എണ്ണമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, t of n/4 ആൻഡ് t of n/4. ആൻഡ് ഇത് എന്താകും, ഇത് 3 ആകും അല്ലേ. അപ്പോൾ ഇതെന്താകും, t of n/4 സ്ക്വയർ, t of n/4 സ്ക്വയർ, t of n/4 സ്ക്വയർ. അങ്ങനെ ഇത് 3ഉം ഇവിടെ 3ഉം t of n/4 സ്ക്വയർ എല്ലാത്തിലും അല്ലേ. അങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതിൽ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, ആക്ച്വലി ഇതിൽ ടി ഓഫ് n എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇതിൽ നമ്മൾ n/4 അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഈ ഒരു ടേമിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഡിവിഷനിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് c of n സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ടേമിൽ എന്താണ് ഡിഫറൻസ് വരുന്നതാണ്. അപ്പം ഇതെങ്ങനെയാകും, ഇതിലപ്പം ടി ഓഫ് എന്നിന് പകരം നമ്മൾ c of n സ്ക്വയർ ആണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ c of n സ്ക്വയർ ഇടുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം. ഇവിടെ c of n സ്ക്വയർ ആണ് വരുന്നത്. ആൻഡ് ഇവിടെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, അത് c of n/4 c of n സ്ക്വയറിൻ്റെ സ്ക്വയർ n/4 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പം n/16 ആയിരിക്കും അല്ലേ. n/16 സ്ക്വയർ n²/16 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ c into n/4 the whole square എന്ന് എഴുതാം. ഇവിടെ എന്തായിരിക്കും c into n/4 the whole square. ആൻഡ് ഇവിടെ എന്തായിരിക്കും c into n/4 the
ഹോൾ സ്ക്വയർ തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ അകത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? സി ഇൻറ്റു n/4² ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇവിടെ ആണെങ്കിലോ ഇത് 3 ഡിവൈഡ് ചെയ്യും, അപ്പം സി ഇൻറ്റു n/4 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സി ഓഫ് n/16 ദ ഹോൾ സ്ക്വയർ, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓരോന്നായിട്ടും വരുന്നത്. ഇത് മനസ്സിലായല്ലോ? അതായത് നമ്മൾ 3 × t of n/4 എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഡിവൈഡ് ചെയ്യും. 3 തന്നെ നമുക്ക് ഇങ്ങനെയായിട്ട് എഴുതാൻ പറ്റും, t of n/4 t of n/4 t of n/4 എന്ന്. എന്നിട്ട് എന്ത് ചെയ്യാം? t of n/16 അങ്ങനെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് വന്നത്? അതായത് നമ്മൾ ഓരോരോ സി ഓഫ് n/4² അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു സി ഓഫ് n² നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. സോ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് സി ഓഫ് n/4² അങ്ങനെ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാനിപ്പം n² അതിൽ കോമൺ അല്ലേ, അപ്പം n²/16 എന്ന് എഴുതുന്നു. ഇതും സി ഓഫ് n²/16 എന്ന് എഴുതുന്നു. ആൻഡ് ഇതും സി ഓഫ് n²/16 ആയിട്ട് ഞാൻ എഴുതുന്നു. ഓക്കെ, ആൻഡ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ ആണെങ്കിലും n²/16 ഇവിടെ ആണെങ്കിൽ എന്താകും? സി ഓഫ് n²/16² ആകും അല്ലേ. ഇവിടെ ആണെങ്കിലോ സി ഓഫ് n²/16² അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഇത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല, നമ്മൾ എല്ലാത്തിൻ്റെയും കോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെവലിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് വരുന്നത്? ആഡ് ചെയ്തേ, അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യണമൊന്നുമില്ലല്ലേ, സി ഓഫ് n² തന്നെയാണ്. ഇതൊന്ന് ആഡ് ചെയ്തേ. ഇത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സി ഓഫ് n²/16 ആണല്ലേ 3. അപ്പം 3 ആയിട്ടല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയായിട്ട് എഴുതാം? സി ഓഫ് n²/16 × 3 ആയിട്ട് എഴുതാം അല്ലേ. പോലെയാണെങ്കിൽ ഇത് എത്രയാണ് വരുന്നത്? സി ഓഫ് n²/16². ഇത് എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് 1 2 3 സോ 3 × 3 9 ആണല്ലേ. ആൻഡ് 9 ടേംസ് ഉണ്ട്. സോ നമുക്ക് അതെങ്ങനെ എഴുതാം? സി ഓഫ് n²/16² × 9. ഇതിലെ കോസ്റ്റ് ഇത് കറക്റ്റ് അല്ലേ. അപ്പം ഇതിലൊരു കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ട്. എന്താണ്? ഇത് സി ഓഫ് n² ആണെങ്കിൽ ഇതിലൊരു പാറ്റേൺ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. എന്ത് കിട്ടിയാലല്ലേ നമ്മൾ അതിൽ പാറ്റേൺ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിലാണെങ്കിൽ എങ്ങനെ വരും? സി ഓഫ് n²/3/16. ആൻഡ് ഇതിൽ എത്ര വരും? സി ഓഫ് n²/3/16 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കോടെ. അതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ അപ്പോൾ എങ്ങനെ എഴുതാം? 3/16 ദ ഹോൾ റേസ് ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിലൊരു പാറ്റേൺ മാത്രമാണ്. ഓക്കെ, ആൻഡ് അത് നമുക്ക് കിട്ടി. അപ്പം ഓരോന്നിൻ്റെയും കോസ്റ്റ് എങ്ങനെയായിട്ട് നമുക്ക് എഴുതാം? ഓരോ ലെവൽസിൻ്റെയും സി ഓഫ് n² × 3/16 × i എന്ന് എഴുതാം. ഓക്കെ, കോസ്റ്റ് ഓഫ് ലെവൽ i, കോസ്റ്റ് ഓഫ് ഈച്ച് ലെവൽ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ശരി കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അടുത്ത എത്ര ലെവൽസ് ഉണ്ടെന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഓരോ ലെവൽസിലും എങ്ങനെയാണ് വരുന്നത് നോക്കാം, ഓരോ സബ് പ്രോബ്ലത്തിലും. ഓക്കെ, ആൻഡ് ഇതിൽ ഓരോരോ സബ് പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് സി ഓഫ് n² വരുന്നു, ആൻഡ് സി ഓഫ് n²/16 ദ ഹോൾ സ്ക്വയർ അങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സബ് പ്രോബ്ലം സി ഓഫ് n² ആയിരുന്നു. ഇത് എത്രയാണ്? സി ഓഫ് n²/4², അതായത് 4² എന്ന് എഴുതാം, അല്ലെങ്കിൽ ഞാൻ 16 എന്ന് തന്നെ എഴുതാം, അതാണ് കുറച്ചുകൂടെ എളുപ്പം. ആൻഡ് നെക്സ്റ്റ് എന്തായി? 16² ആയില്ലേ. സി ഓഫ് n²/16² ആയി. നെക്സ്റ്റ് എന്തായിരിക്കും? സി ഓഫ് n²/16³ അങ്ങനെ 8 ആയിരിക്കും അല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെയായിട്ട് എഴുതാം? സി ഓഫ് n, അതായത് ഏറ്റവും ലാസ്റ്റ് ലെവലിൽ എന്തായിരിക്കും? സി ഓഫ് n²/16² 16⁻⁻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 ⁻
1 എന്ന് വരും അല്ലേ. അപ്പോൾ എനിക്കിത് എങ്ങനെ എഴുതാം? 16 = c of n square. അപ്പോൾ ഞാൻ ഇതിനെ സീനെ കളയുന്നു ആൻഡ് സീനെ ഇതാക്കുന്നു ആൻഡ് അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? സോ 4i ഇവിടെ n സ്ക്വയർ ഞാൻ റൂട്ട് എടുക്കുന്നു 2-ൻ്റെ. അപ്പോൾ 4i = n എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് i എത്ര കിട്ടും? log to the base 4 of n. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ലെവലിൽ എൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? log 4 to the base n ആണ് എൻ്റെ ഹൈറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് ഞാൻ ഇതിൽ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു ആൻഡ് പാറ്റേണിൽ നമ്മൾ c of n square / 16 എന്ന് കണ്ടുപിടിച്ചു ആൻഡ് i = log to the base 4 of n എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഞാൻ എന്താണ് ചെയ്തത്?
ആൻഡ് നെക്സ്റ്റ് ഞാനിപ്പം ഇതുവരെ എനിക്ക് കിട്ടി. അപ്പം ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ലാസ്റ്റ് ലെവലിൽ എത്ര ഇതുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ, എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതൊന്ന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ എടുത്ത് വെച്ചേക്ക്. കോസ്റ്റ് ഓഫ് ഫസ്റ്റ് ലെവൽ സി ഓഫ് എൻ സ്ക്വയർ ആണ്. സെക്കൻഡ് എന്താണ്? സി ഓഫ് n/4 ദ ഹോൾ സ്ക്വയർ. സി ഓഫ് n/4 സ്ക്വയർ അത് എത്രയാണ് കിട്ടിയത്? 3/16 ഇൻറ്റു സി ഓഫ് എൻ സ്ക്വയർ. അതേപോലെ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ലെവൽ എത്രയാണ് വന്നത്? സി ഓഫ് n/16 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 9 എന്ന് വന്നു. അതേപോലെ തന്നെ ഞാൻ ഓരോന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് അടുത്ത ഓരോരോ സബ് പ്രോബ്ലത്തിന് സൈസ് ഓഫ് സബ് പ്രോബ്ലം ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ഇതിൽ ഞാൻ അല്ലാതെ തന്നെ ചെയ്യുന്നു. n/4 ദ ഹോൾ റൈസ് ടു 0, n/4 ദ ഹോൾ റൈസ് സ്ക്വയർ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഈ മെത്തേഡിലാണ് ഇവിടെ ചെയ്തത്. സൈസ് ഓഫ് ഈ സബ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുക്കുമ്പം ടി എന്ന് പറയുമ്പം ഇവിടെ ടി ഓഫ് എന്നിനല്ലേ ഞാൻ ഇങ്ങനെ ടി ഓഫ് n/4 ആക്കിയത്. അപ്പം ഇവിടെ എന്താകും? ടി ഓഫ് n/4 സ്ക്വയർ ആകില്ലേ? ഇവിടെ ആണെങ്കിലോ ടി ഓഫ് n/4 ക്യൂബ്. അങ്ങനെ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഓരോന്നായിട്ട് n/4 എന്നാണ് അല്ലേ കിട്ടുന്നത്. സോ നമുക്കിവിടെ n/4 എന്നല്ലേ കിട്ടുന്നത്. അതായത് ടി ഓഫ് n ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ടി ഓഫ് n/4 ആൻഡ് ടി ഓഫ് n/4. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും n/4 ദ ഹോൾ റൈസ് ടു i ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഐയുടെ വാല്യൂ എത്ര കിട്ടും? log 4 ടു ദ ബേസ് n. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു മെത്തഡിൽ നമുക്ക് ഇവിടെ ചെയ്യുമ്പം എന്ത് കിട്ടും? n/4 ദ ഹോൾ റൈസ് ടു i. അപ്പം നമ്മുടെ ലെവലിൻ്റെ ഇത് എത്ര കിട്ടും? log of 4n + 1 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ലാസ്റ്റ് ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഇതിൽ ഓരോന്നിലും എത്ര നോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ഇതിലെ ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ട്? 1. സെക്കൻഡിലോ 3, തേർഡിലോ 9. അപ്പോൾ ഇത് ഏത് ബേസിലാണ് പോകുന്നത്? 3യുടെ ബേസിലാണല്ലേ. ഇത് 3/0, ഇത് 3/1, ഇത് 3/2. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവൽ നമ്മുടെ ഹൈറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ log of 4n ആണ് നമുക്കിവിടെ കിട്ടിയതല്ലേ. അപ്പോൾ നമ്മുടെ ഹൈറ്റ്, ഏറ്റവും ലാസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് log of 4n ആണ്. ഇതെല്ലാം 3യുടെ ബേസിലാണ് വരുന്നത്. 3/0, 3/1, 3/2. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്ര ഇതായിരിക്കും? 3 log of 4 to the n. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ഇത് നമുക്ക് കിട്ടിയല്ലേ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവലിലെ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്കാണെങ്കിൽ എങ്ങനെ എഴുതാം? n log of 4 to the base 3. ഇങ്ങനെയായിട്ട് എനിക്ക് എഴുതിക്കോടെ? യെസ്, എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് അതാണ് ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെവലിലെ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവലിൽ നോക്കാം. കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവലിൽ നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എല്ലാവരും പറഞ്ഞ് യെസ്, ടി ഓഫ് 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടി ഓഫ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? n log of 4 to the base 3 എന്ന് കിട്ടും അല്ലേ. അപ്പം ഇതിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെയാണ്? n log of 4 to the base 3. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഇതുവരെ നമ്മൾ log of 4n കിട്ടി. പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്? അതായത് നമ്മൾ ഓരോരോ നോട്ട്സിൻ്റെയും കണ്ടുപിടിച്ചു. അതായത് ലെവൽ 0ൽ 3/0 നോട്ട്സ് ആണല്ലേ ഉള്ളത്. നെക്സ്റ്റ് ലെവലിലോ 3/1 3 നോട്ട്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ലെവലിൽ 3² ആൻഡ് 9 നോട്ട്സ് ആണ് നമുക്കുള്ളത്. ആൻഡ് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നോഡിൽ എന്തായിരിക്കും? 3 ലാസ്റ്റ് ലെവലിൻ്റെ നമ്പർ. ലാസ്റ്റ് ലെവലിൽ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ച ലെവലിൻ്റെ നമ്പർ? log of 4n. അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? log of 4n എന്ന് കിട്ടും. എന്നിട്ട് നമുക്കത് എങ്ങനെ എഴുതാം? n log of 4 to the base 3 എന്ന് എഴുതാം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലെവലിലെ കോസ്റ്റ് എല്ലാത്തിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യണം അല്ലേ. സോ ഇവിടെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വന്നത്?
ഫസ്റ്റ് സി ഓഫ് എൻ സ്ക്വയർ, അടുത്തത് എന്താണ് 3/16 എൻ സ്ക്വയർ, അടുത്തെന്താണ് 3/16 ഹോൾ സ്ക്വയർ എൻ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് എഴുതിക്കോടെ, ഇത് 3/16, ഇത് സി ഓഫ് എൻ സ്ക്വയർ, ഇത് 3/16 എൻ സ്ക്വയർ ഇൻറ്റു സി, ഇത് എത്രയാണ് 3/16 ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ സി. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാം? ഇതിനെ എല്ലാത്തിനും ആഡ് ചെയ്യണം അല്ലേ. ഏറ്റവും ലാസ്റ്റ് ലെവലിൽ ഇത് എത്രയാണ് കിട്ടിയത്? തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് 4⁻³ ഇതല്ല നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലെവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ലാസ്റ്റ് ലെവൽ കോസ്റ്റ് ഇതാണ്. ആൻഡ് നമുക്ക് ഇവിടെ തൊട്ട് എല്ലാം ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ തൊട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് നമ്മൾ 3 ഇത് ആഡ് ചെയ്യും അല്ലേ, സി ഓഫ് എൻ സ്ക്വയർ ആഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഏതാണ്? 3/16 എൻ സ്ക്വയർ സി. ആൻഡ് നെക്സ്റ്റ് ഏതാണ്? 3/16 ദ ഹോൾ സ്ക്വയർ എൻ സ്ക്വയർ സി. അപ്പോൾ എനിക്കിതിൽ എൻ സ്ക്വയർ സീനെ കോമൺ എടുക്കാമല്ലോ. എൻ സ്ക്വയർ സീനെ ഞാൻ കോമൺ എടുക്കുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? 3/16 പ്ലസ് 3/16 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പം ഇത് ഒരു ഏത് സീരീസ് ആണ്? ജോമെട്രിക് സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സമ്മായിട്ട് എനിക്ക് എങ്ങനെ എടുക്കാം? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഈക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്ക്, ഓർമ്മയില്ലെങ്കിൽ. 3/16 ദ ഹോൾ റേസ് ടു ലാസ്റ്റ് ലെവൽ അല്ലേ, ദ ഹോൾ റേസ് ടു i ഡിവൈഡഡ് ബൈ, അതായത് ഏറ്റവും ലാസ്റ്റ് ലെവൽ ഏതാണ്? ലോഗ് ഓഫ് 4⁻3. അപ്പോൾ നമുക്ക് ഇത് എഴുതാം അല്ലേ, ലോഗ് 4⁻3. ആൻഡ് ഇവിടെ എത്ര വരും? 1/3/16 എന്ന് വരും. ഓക്കെ, 1 - 3/16. അപ്പോൾ അതപ്പോൾ 16/13 ആയിട്ട് വരും അല്ലേ. 16/13 ഇൻറ്റു എൻ സ്ക്വയർ സി ഇൻറ്റു ഇതെത്ര വരും? 1 - 3/16 ദ ഹോൾ റേസ് ടു ലോഗ് ഓഫ് എത്രയാണ് നമുക്കൊന്ന്? ലോഗ് ഓഫ് 4⁻n. ഓക്കെ, ലോഗ് ഓഫ് 4⁻n ആണ്. 4⁻n എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത് നമ്മുടെ ഇക്വേഷൻസ്. അപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ വന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് എഴുതാം. എങ്ങനെ വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്താകത്തോട്ട് 16/13 ഇൻറ്റു സി എൻ സ്ക്വയർ മൈനസ് സി ഇൻറ്റു 16/13 ഇൻറ്റു എൻ സ്ക്വയർ. ഇത് എത്രയാണ് വരുന്നത്? 3/16 ലോഗ് ഓഫ് റേസ് ടു ലോഗ് ഓഫ് 4⁻n. ഓക്കെ, ഇതിൽ അപ്പം ഏത് പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഏത് ടേമാണുള്ളത്? ലാസ്റ്റ് ടേം കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പം പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ഓഫ് ⁻⁴3. ഓക്കെ, ഇത് കറക്റ്റ് അല്ലേ. അപ്പം നമുക്ക് ഇത് ഇത്രയും വാല്യൂസ് ആണല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതായിരിക്കും ഇതിൽ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. സോ ഇതിൽ നമ്മളെങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഏതൊക്കെ ടേംസ് ആണുള്ളത്? സി ഇൻറ്റു എൻ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ ആൻഡ് ഈ ടേംസ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ വരും? കോംപ്ലക്സിറ്റി എങ്ങനെ വരും? തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ എന്താണ്? തീറ്റ ഓഫ് എൻ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാത്തിനും കോസ്റ്റ് ആഡ് ചെയ്തു. സോ നമ്മൾ കോസ്റ്റ് എങ്ങനെയാണ് ചെയ്ത്? സി എൻ സ്ക്വയർ 3/16 സി എൻ സ്ക്വയർ 9/16 എൻ സ്ക്വയർ. അപ്പോൾ എങ്ങനത്തെ സീരീസ് ആണ് വരുന്നത്? 3/16 മൾട്ടിപ്ലൈ ആയിട്ടാണല്ലേ വന്നത്. അപ്പോൾ നമുക്കത് ജോമെട്രിക് ഇതാക്കാം. അത് 3/16 ഹോൾ സ്ക്വയർ ആൻഡ് അങ്ങനെ വന്നു. ആൻഡ് ഇതിന് നമ്മൾ എന്ത് ആഡ് ചെയ്തു? 1 + 3/16 1 + 3/16 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. അതിന് എന്താണ് അപ്ലൈ ചെയ്യുന്നപ്പം കിട്ടുന്നത്? 1 - 3/16 ഹോൾ റേസ് ടു log to the base 4/n minus 1 - 3/16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16/13 ഇൻറ്റു 1 - 3/16 the whole raised to log to the 4/n. ഇങ്ങനെയായിരിക്കും നമുക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് വരാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരിക്കും? 16/13 സി എൻ സ്ക്വയർ ഇൻറ്റു 1 - 3/16 റേസ് ടു log of 4n പ്ലസ് 3 തീറ്റ ഓഫ് n റേസ് ടു log 4⁻3. ആൻഡ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അകത്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ നമുക്ക് എന്താ എടുക്കാം? ഇതിലെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷനായിട്ട് എന്തായിട്ട് എടുക്കാം?
ഇതിലെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷനായിട്ട് ഇപ്പോൾ എടുത്തത് ഓഫ് എൻ സ്ക്വയർ ആണല്ലേ, ഇതാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. ആൻഡ് നമുക്ക് എന്തായിട്ട് എടുക്കുക, ഇതിൻ്റെ വലുത് ഓഫ് എൻ സ്ക്വയർ ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അതായത് ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. ഇത് കുറച്ചുകൂടെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഫൈനലി ഇതിൽ ഏറ്റവും ലാസ്റ്റ് എന്തായിരുന്നു, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. ഓക്കെ, and solve the following recurrence relation using the recursion tree method. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വന്നത്, സി ഓഫ് എൻ സ്ക്വയറിൽ നിന്ന് വന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ തിയറത്തിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പം സി ഓഫ് എൻ സ്ക്വയർ കിട്ടി, പിന്നെ സി ഓഫ് എൻ ബൈ 4 ദ ഹോൾ സ്ക്വയർ കിട്ടി. പിന്നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തില്ലേ, കാരണം ടി ഓഫ് എൻ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ 3 ബ്രാഞ്ചസ് ആയിട്ട് എല്ലാ ബ്രാഞ്ചസും ഡിവൈഡ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു, ഓരോന്നിനെ n ബൈ 4 എന്ന് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇവിടെ സ്ക്വയർ കൊടുത്തുകൊണ്ടാണ് n ബൈ 16 രീതിയിൽ വന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഓരോരോ ലെവൽസിൻ്റെയും കോസ്റ്റ് ആഡ് ചെയ്തു. ഓരോന്നിൻ്റെയും കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, സി ഓഫ് എൻ സ്ക്വയർ ആൻഡ് 3/16 എൻ സ്ക്വയർ. 3/16 ഒരു ഫാക്ടേഴ്സിലാണ് നമുക്ക് ഓരോന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് ചെയ്തു, അടുത്ത ഓരോരോ സബ് പ്രോബ്ലംസിൻ്റെയും ഇത് കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും ലാസ്റ്റിൽ നമ്മളിപ്പം ലാസ്റ്റാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ടി ഓഫ് n ബൈ 4 ഇതല്ലേ, ഇതിൻ്റെ ടേമല്ലേ ലാസ്റ്റ് ടി ഓഫ് 1 ആകുന്നത്, അതാണ് ഇങ്ങനെ n ബൈ 4 ആയിട്ട് എടുത്തത്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് n ബൈ 4 എന്ന് പറയുന്നത് ഓരോരോ ലെവൽ കഴിയുമ്പോൾ n ബൈ 4 സ്ക്വയർ ആകും, n ബൈ 4 ക്യൂബ് ആകും. അങ്ങനെയല്ലേ നമ്മളിപ്പം ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം n ബൈ 4 i എന്ന് പറയുന്നത് എന്താകും, ലാസ്റ്റ് 1 ആകും. അപ്പോൾ ഐക്ക് എത്ര കിട്ടും, ലോഗ് n 4 ടു ദ ബേസ് 4 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യാനുള്ളത്. അതായത് ടിയുടെ അകത്തുള്ള വാല്യൂസാണ് നമ്മൾ മുൻപേ പറഞ്ഞത് സി ഓഫ് n ബൈ 4 എന്നാണ്. അത് അങ്ങനെയല്ല, നമ്മൾ അകത്തുള്ള വാല്യൂസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത് നമ്മൾ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിരുന്നു, ഫസ്റ്റ് 1, പിന്നെ 3, 9 അങ്ങനെയല്ല. അപ്പം 3യുടെ എക്സ്പോണൻഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് വന്നതല്ലേ. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം, 3 റേസ് ടു ഏറ്റവും ലാസ്റ്റുള്ള എലമെൻ്റ് ഏതാണ്, ലോഗ് ഓഫ് 4n. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ അത് നമുക്ക് ഈ ഫോമിൽ എഴുതാം അല്ലേ, ആ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നു. ആൻഡ് കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ലെവൽ എന്തായിരിക്കും, n റേസ് ടു ലോഗ് ഓഫ് 4 ടു ദ ബേസ് 3 ഇൻറ്റു ടി ഓഫ് 1. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത് എന്ത് ചെയ്തു, അടുത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് 4 ലെവൽസ് ഓഫ് ദ എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം അല്ലേ ഓരോരോ എക്സ്പ്രഷൻസിനെ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, സി ഓഫ് എൻ സ്ക്വയർ, പിന്നെ 3/16 സി ഓഫ് എൻ സ്ക്വയർ, അങ്ങനെ ഓരോരോ ലെവലായിട്ട് ആഡ് ചെയ്ത് പോകുന്നു. ആൻഡ് പിന്നെ തീറ്റ ഓഫ് n റേസ് ടു ലോഗ് ഓഫ് 4 ടു ദ ബേസ് 3 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മുടെ ഇവിടെ എന്ത് കൊടുക്കും, ലോഗ് ഓഫ് 4n കൊടുക്കും. ആൻഡ് 1 - 3/16 കൊടുക്കും. അതാണ് ഇവിടെ 16/13 ആയത്. ആൻഡ് അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഓഫ് എൻ സ്ക്വയർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്, റിക്കർഷൻ ട്രീനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ളത് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ റിക്കർഷൻ ട്രീയിൽ നമ്മൾ 3 മെത്തേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3 മെത്തേഡും, ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, സെക്കൻഡ് ഈസ് മാസ്റ്റേഴ്സ് തിയറം, ആൻഡ് തേർഡ് ഈസ് ദ റിക്കർസീവ് ട്രീ മെത്തേഡ്. അപ്പോൾ ഇത് 3 നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ തറവാക്കും. ഓക്കെ, താങ്ക് യു.